ബുദ്ധി തെളിയിക്കാനുള്ള കൊഗ്നിറ്റീവ് ടെസ്റ്റ് പാസ്സായെന്ന് ട്രംപ്. എന്നാ അത് ബുദ്ധി തെളിയിക്കാനുള്ളതല്ല, മറവി രോഗം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആണ് നടത്തിയത് എന്ന് ഡോക്ടർമാര്. ദൈവമേ, ഇങ്ങേർക്ക് എന്നെ സംശയമാണെന്ന് തോന്നുന്നു. ഇങ്ങേർക്ക് ബുദ്ധി ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ എന്ത് തേങ്ങയൊക്കെയാടാ ഈ പറയുന്നതെന്നുള്ള ഡൗട്ട് അങ്ങേർക്ക് തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതും ഈ ടെസ്റ്റ് ഒരു പ്രാവശ്യമൊന്നും അല്ല പുള്ളി ചെയ്തേക്കുന്നത്, 3 പ്രാവശ്യം ചെയ്തു ഈ ഒരു ടെസ്റ്റ് എന്നാണ് പറയണേ. അപ്പോ ഒരു റാലിയില് പുള്ളി പ്രസംഗിച്ചതാണ് ഇങ്ങനെ. അതായത് എന്നെ ഇങ്ങനെ ബുദ്ധിശൂന്യൻ, മണ്ടൻ എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഡോക്ടറോട് ഷെയർ ചെയ്തതായിട്ടാണ് പറയണേ. എന്നെ ബുദ്ധിശൂന്യൻ, മണ്ടൻ, പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പകരം എന്നെ ബുദ്ധിമാനായ ഒരു ഏകാധിപതി എന്ന് വിളിച്ചോളൂ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോ ഡോക്ടറാണ് പറഞ്ഞത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊഗ്നിറ്റീവ് ടെസ്റ്റ് നടത്താം, എന്നിട്ട് നമുക്ക് വിമർശകരുടെ ഒക്കെ വായ അടുപ്പിക്കാം എന്നുള്ളത്. അങ്ങനെ പുള്ളി ടെസ്റ്റ് നടത്തി. ടെസ്റ്റിന് പുള്ളി പാസ്സായി. പുള്ളിക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളത് സയന്റിഫിക്കലി തെളിയിച്ചിരിക്കുകയാണ്. ബുദ്ധി ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് തെളിയിച്ച ഒരു ലോക രാഷ്ട്രത്തിലെ നേതാവായിരിക്കും ട്രംപ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഡോക്ടർമാര് പറഞ്ഞ ട്രംപ് തെറ്റിദ്ധരിച്ചതാണ്. ഇത് ബുദ്ധി തെളിയിക്കാനുള്ളതല്ല, ഇത് മറവി രോഗം ഉണ്ടോ, അൽഷിമേഴ്സ് ഉണ്ടോ പോലെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ് ഇപ്പൊ നടത്തിയേക്കുന്നത് എന്നുള്ളതാണ് പറയണത്. അതായത് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ട് അത് എന്തിന്റെയാണെന്ന് കണ്ടെത്തുക. അതേപോലെ തന്നെ ചില വാക്കുകൾ കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് ചോദിക്കുമ്പോൾ അത് ഓർത്ത് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അക്കങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ ക്ലോക്കിന്റെ ഒക്കെ ചിത്രം വരപ്പിക്കുക. ഇങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ഉള്ള ഒരു സാധനമാണ് ഈ കൊഗ്നിറ്റീവ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അതിന്റെ അവസാനം ഒരു ഒരു ചോദ്യാവലി കൊടുത്തിട്ട് അതിനെ കുറിച്ച് എഴുതാനും അതിനെ ആൻസർ ചെയ്യാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് പുള്ളി പാസ്സായെന്ന് പറഞ്ഞത്. പുള്ളി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ടെസ്റ്റ് എല്ലാ പ്രസിഡന്റുമാരും എടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടെത്താനല്ലോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാല് ഈ ബറാക് ഒബാമേനും അതേപോലെ തന്നെ ജോ ബൈഡനൊക്കെ പോലെയുള്ള ആളുകളിൽ നിന്നും നമുക്ക് തെരഞ്ഞെടുക്കേണ്ടി വരുന്നൊരു ഗതി ഉണ്ടാവില്ല എന്നുള്ളതാണ് പുള്ളി പറയണേ. ആൾക്കാര് പറഞ്ഞത് ഈ ഒരു ടെസ്റ്റ് ആദ്യം തന്നെ ഒന്ന് നടത്തിയിരുന്നെങ്കിൽ ഈ മണ്ടനെ ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കേണ്ട ഗതികേട് ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് പറയണത്. അത് മാത്രമല്ല, ഈ ന്യൂസിനകത്ത് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മനോരമ ന്യൂസ് ആണ് എടുത്ത് വായിച്ചേ. അപ്പോ ഇതിനകത്ത് അവസാനം കുറച്ച് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഡോക്ടർമാരല്ല, അതായത് ടഫ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോ ഹെൻറി ഡേവിഡ് എബ്രഹാം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾക്കെതിരെ പ്രമുഖ മെഡിക്കൽ വിദഗ്ധർ രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപ് എഴുതി എന്ന് പറയുന്ന മോൺട്രിയൽ കൊഗ്നിറ്റീവ് അസസ്മെന്റ് എന്നത് ഡിമെൻഷ്യ, അതായത് മറവി രോഗം, ഡിമെൻഷ്യ പോലെ രോഗങ്ങൾ കണ്ടെത്താനുള്ള പ്രാഥമിക പരിശോധന മാത്രമാണെന്ന് ടഫ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോ ഹെൻറി ഡേവിഡ് എബ്രഹാം വ്യക്തമാക്കുന്നു. അപ്പൊ ഇതൊരു പ്രാഥമിക പരിശോധനയാണ്, ഉണ്ടോ ഇല്ല എന്നുള്ളത്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിന്റെ പരിശോധനകൾ നടത്തണം എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 3 തവണ ടെസ്റ്റ് നടത്തേണ്ടി വന്നത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. അതായത് ചുരുങ്ങിയ കാലയളവില് ഒരു പ്രസിഡന്റിന് 3 പ്രാവശ്യം മറവി രോഗം ഉണ്ടോ, ഡിമെൻഷ്യ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. ആ ലോകത്തിന്റെ എന്താ പറയാ, ലോക പോലീസിന്റെ നേതാവാണ്. ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പന്റെ റിമോട്ട് ഉണ്ടല്ലോ, റിമോട്ട് ഇങ്ങനെ കയ്യിന്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. ഇയാള് ഈ മറവി രോഗമൊക്കെ ബാധിച്ച് ഡിമെൻഷ്യ ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ പോയിട്ട് അങ്ങനെ അബദ്ധത്തിൽ ഞെക്കിയ എന്ത് ചെയ്യും? അപ്പോ ഇത് ലോകത്തിലെ ഏതെങ്കിലും ചെറിയ രാജ്യത്തിന്റെ പ്രസിഡന്റ് പോലെയല്ല, US പ്രസിഡന്റ് ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ്. അയാള് 3 പ്രാവശ്യം മറവി രോഗത്തിലും, ഈ ട്രംപിന്റെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധി ഉണ്ടോ ഇല്ല എന്നുള്ള ടെസ്റ്റ് നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയാണോ അത്? ചില്ലറ പരിപാടിയാണോ അത്? എവിടൊക്കെ ഇവർക്ക് സൈനിക താവളങ്ങളില്ലേ? ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും സൈനിക താവളങ്ങളുണ്ട്. ലോകത്തിലുള്ള മിക്കവാറും രാജ്യങ്ങളായിട്ട് ഇവർക്ക് കരാറുകളുണ്ട്. അതേപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ കടലിലും ഇവരുടെ നാവികരുണ്ട്.
അതേപോലെ തന്നെ ഒരുപാട് മിലിറ്ററി ബേസുകൾക്ക് ഇവർക്ക് പല രാജ്യങ്ങളിലായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അൾട്ടിമേറ്റ് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് മറവി രോഗാണ്, അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിയില്ല. അയാൾ 3 പ്രാവശ്യം തനിക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് എടുത്തു എന്ന് പറയുമ്പോ ഇത് എന്താണിത്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന് ഇങ്ങനെ വായിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഇറാൻ US വാർ തുടങ്ങിയപ്പോ US ആൾക്കാർ തന്നെ, അല്ലെങ്കിൽ US തന്നെ ഒരു ഡിബേറ്റ് വന്നാണ് പ്രസിഡന്റിന് ഇങ്ങനത്തെ എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ള ടെസ്റ്റ് നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി അതിന്റെ ഭാഗമായിട്ടാണോ ഇത് നടത്തിയേക്കുന്നത് എന്നുള്ളത് അറിയൂല കേട്ടോ. അപ്പോ അങ്ങനത്തെ ഒരു മനുഷ്യൻ 3 പ്രാവശ്യം ഇങ്ങനത്തെ ടെസ്റ്റ് എടുക്കുക. അതേപോലെ തന്നെ ഈ മറവി രോഗത്തിന് നടത്തിയ ടെസ്റ്റ് തനിക്ക് ബുദ്ധി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് റാലിയിൽ വന്ന് തനിക്ക് ബുദ്ധി ഉണ്ട്, ടെസ്റ്റിൽ ഞാൻ പാസ്സായി എന്നുള്ളത് പ്രസംഗിക്കുക. ഇത് എന്താണ് അമേരിക്ക വെള്ളരിക്കാപട്ടണമായോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് അത്ര സിമ്പിൾ ഒന്നും അല്ല. നമ്മളിങ്ങനെ തമാശയായിട്ട് ഈ എക്സിലൂടെയൊക്കെ ഭയങ്കര വാഗ്വാദങ്ങൾ നടത്തുന്ന, ഞാൻ അത് ചെയ്യും, ഞാൻ ഇതാക്കും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്നോട് കളിക്കണ്ട എന്നൊക്കെയുള്ള ലെവലില് വീരവാദം മുഴക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞ് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പ്ലേ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇങ്ങനെ മറ്റേ ടെസ്റ്റ് ഒക്കെ എടുത്ത് ആൾക്കാർക്ക് തന്നെ ഡൗട്ട്ഫുൾ ആണ് ഇത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ആ റേഞ്ചിൽ പോകുന്ന ഒരു പ്രസിഡന്റ് ആണ് ഇപ്പത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് എന്നുള്ളതാണ് പറയാനുള്ളത്.